മരണം പോലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തികഞ്ഞ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പത്രങ്ങളുടെ ഒരു രീതി. അതാണ് കീഴ്വഴക്കവും അതാണ് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളത്. ആ രീതിയിലുള്ള റിപ്പോർട്ടിങ്ങിലൂടെ മരിച്ച ആളിനോടുള്ള ആദരം പ്രകടിപ്പിക്കാനാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശസ്ത സിനിമാ താരം സലീം കുമാർ നിര്യാതനായപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത പല പത്രങ്ങളിൽ പല രീതിയിലാണ് വന്നിരുന്നത്. അത് കണ്ടപ്പോഴാണ് ഈ ഒരു ശൈലിയെക്കുറിച്ച് ഓർമ്മ വന്നത്. മിക്ക പത്രങ്ങളും സാധാരണ മരണം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ ശീർഷകങ്ങൾ നോക്കിയാൽ അറിയാം. ഇനി ഒരു പൊട്ടിച്ചിരി ഓർമ്മ എന്ന് ഒരു പത്രത്തിൽ കണ്ടു. ചിരിയുടെ മണവാളന് വിട എന്നായിരുന്നു വേറൊരു പത്രം എഴുതിയത്. ചിരിപ്പിച്ച് മടങ്ങി മറ്റൊരു ശീർഷകമാണ്. ഇങ്ങനെ തികഞ്ഞ ഗൗരവത്തോടെയുള്ള ശീർഷകങ്ങൾ പല പത്രങ്ങളും കാണുമ്പോൾ ഒരു പത്രത്തിൽ സലീം കുമാർ അന്തരിച്ചു എന്നുള്ള വിവരം കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ഐ ആം ദി സോറി മലയാളീസ് എന്ന്. സലീം കുമാർ ഏതോ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് എടുത്ത് അതേപടി ഇട്ടിരിക്കുന്നതാണ്. ഇത് കുറച്ചു കാലമായൊരു പതിവായിട്ടുണ്ട്. നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് പോട്ടെ ദാസ സമയമായി എന്നാണ്. അതിൽ ഒന്നുമില്ലെങ്കിലും ഒരു യാത്രാമൊഴിയുടെ ഛായയെങ്കിലുമുണ്ട്. ഇവിടെ അതാണ്. സലീം കുമാർ എന്ന നടൻ വെറും കോമാളിത്തരം മാത്രം കാട്ടി കഴിഞ്ഞുപോയ ഒരാളല്ല എന്ന് എല്ലാവർക്കും അറിയാം. ദേശീയ പുരസ്കാരം വരെ നേടിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു കലാകാരനെ ഓർമ്മിക്കാൻ ഇങ്ങനത്തെ ഒരു കോമാളി വരി മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു സംശയം വരും. ജെൻസിക്ക് വേണ്ടിയല്ല, ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാലും അതിനെ അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. അങ്ങനെ കോമാളിത്തത്തിൽ ഒതുക്കേണ്ട ഒരാളല്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ അടുത്ത ദിവസം ഈ പത്രങ്ങൾ പലതും എഡിറ്റോറിയൽ എഴുതിയത്. കാലം കവരാത്ത നിറചിരിക്കാലം എന്ന് ആ എഡിറ്റോറിയലിന് ശീർഷകവും നൽകിയതും അതുകൊണ്ട് തന്നെ ആകുമല്ലോ. മറ്റൊന്നുകൂടിയുണ്ട്. കാണിക്കുന്ന എന്ത് തമാശയും ജെൻസിയുടെ പേരിലാണ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു മോശപ്പെട്ട പൊതുബോധം. ഒരു തലമുറയെക്കുറിച്ചുള്ള ഒരു പൊതുബോധമാണ് അവിടെ നമ്മൾ സൃഷ്ടിക്കുന്ന കാര്യം കൂടെ ഓർക്കുന്നത് നല്ലതായിരിക്കും.